സമയ വിഷയമില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് സമയമില്ലല്ലോ. നമ്മുടെ സമയം മൊത്തം ഇത് തന്നെയാണ്, നമ്മുടെ ജീവിതം മൊത്തം ഇത് തന്നെ. അല്ലെ ഈ കേൾക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് നിർത്തിയാൽ കൊള്ളാമെന്ന് തോന്നും. ഈ പറയുന്ന മൊത്തം ഓരോ കട അടച്ചടച്ച് വരികയാണ്, ഓരോ കട അടച്ചടച്ച് വരികയാണ്. അത് ഹലാലായിരുന്നു, അതും പോയി. ഇത് ഹലാലായിരുന്നു, ഇതും പോയി. ഇനി ഇത് ഹലാലായിരുന്നു, അതും പോയി. ഇനി ഇയാൾ അടുത്ത് എന്താ പറയാൻ പോണത്? അതിനേക്കാളും നല്ലത് എഴുന്നേറ്റ് പോയാൽ നമ്മളിതൊന്നും കേട്ടിട്ടില്ലേ നാരായണ, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല കൂരായണ. ഞാനൊന്നും കേട്ടിട്ടില്ലേ നാമനാരായണ. കേട്ടാൽ നല്ലത്, കേൾക്കാതെ എഴുന്നേറ്റ് പോയിട്ട് നാളെ അള്ളാൻ്റെ അടുക്ക പോയിട്ട് പടച്ചവൻ നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ എൻ്റെ മൂലത്തിൽ കമ്പി പഴിപ്പിച്ചുകൊണ്ട് വരും ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയും, പടച്ചവനെ എൻ്റെ മൂലത്തിൽ കുത്തല്ലേ അള്ളാ, ഞാൻ അറിഞ്ഞില്ല, ഒന്നും കേട്ടിട്ടില്ലായിരുന്നു പടച്ചവനെ. കൊടക്കലിൽ പ്രസംഗം നടക്കുമ്പോൾ ഞാൻ വെന്നൂരായിരുന്നു അള്ളാഹു. പറഞ്ഞിട്ട് കാര്യമില്ല, പറയുന്നത് കേട്ടോ, എന്നിട്ട് തൗബ ചെയ്തു രാത്രി എഴുന്നേറ്റ്. അബദ്ധം പറ്റിപ്പോയി അള്ളാഹ് മാപ്പാക്കി തരും. വല്ലാഹി സത്യം, 100 പ്രാവശ്യം വ്യഭിചരിച്ചിട്ടുണ്ടോ മാപ്പ് അള്ളാഹ് മാപ്പാക്കി തരും. രാത്രി എഴുന്നേറ്റ് തൗബ ചെയ്ത് ആണ് പടച്ചവനെ സംഭവിച്ചു, ഇനിയില്ല റബ്ബേ, ഇനിയില്ല റബ്ബേ. പലിശ വാങ്ങിയിട്ടുണ്ടോ, ആ പലിശ തിരിച്ചുകൊടു. അതരസം പലിശയുടെ തൗബ എന്താ? ഒരാൾ 5 വർഷം പലിശയ്ക്ക് പണം കൊടുത്തു, 5 വർഷം പലിശയുടെ തൗബ. നല്ലപോലെ മനസ്സിലാക്കണം. എല്ലാരും ധരിക്കുന്ന പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ ഞാൻ പലിശ വാങ്ങിയല്ല, മാപ്പ് ചെയ്യണേ അല്ല, പൊരുത്തപ്പെടണേ അല്ല, ഇനി പലിശ വാങ്ങില്ല അല്ലാ. തൗബ ഇല്ല മക്കളെ, തൗബ ഇല്ല മക്കളെ. 10 വർഷം പലിശ വാങ്ങിയത് ആരിൽ നിന്നാണോ ആ പലിശ അവർക്ക് മടക്കി കൊടുക്കണേ. അതാണ് നിങ്ങളുടെ തൗബ. അതാണ് തൗബ. പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ അതാണ്. 10 വർഷം ഒരാൾ പലിശയ്ക്ക് പൈസ കൊടുത്തു, പണം വാങ്ങി തിന്നു. ആ പണം വാങ്ങിയ പലിശയുടെ പൈസ അതെന്ത് ചെയ്യണം? ആരിൽ നിന്നൊക്കെയാണോ വാങ്ങിയത് അവർ മടക്കി കൊടുക്കണം. കൊണ്ടുപോയി കൊടുത്തിട്ട് പറയണം, എൻ്റെ അറിവില്ലായ്മയുടെ പേരിൽ ഞാൻ ഈ പണം കൊണ്ട് ഞാൻ ഉപയോഗിച്ചതാണ്, തിന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ പണം എനിക്ക് വേണ്ട, ഇതാ നിങ്ങൾ വെച്ചുകൊള്ളി. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ എത്തിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പൊരുത്തം വാങ്ങാം. അള്ളാഹയോട്, പടച്ചവനെ എൻ്റെ കഴിവനുസരിച്ച് അറിവുള്ളവർക്ക് ഞാൻ മടക്കി കൊടുത്തു, പക്ഷെ എനിക്കറിയാത്തവരുണ്ട്, നീ മാപ്പ് ചെയ്യണേ അള്ളാ എന്ന് പറഞ്ഞാൽ ഓക്കെ. പലിശയുടെ തൗബ കേട്ടോ. 10 വർഷം വരെ പലിശ എന്നിട്ട് 3 ഹജ്ജും ചെയ്ത് 12 ഉംറയും നടത്തി അവിടെ പോയിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ്, ഇല്ല ഇല്ല ഇനി ഇല്ല ഒരിക്കലും തിന്നത് മൊത്തം ഇവിടെ കിടക്കുന്നു. ഷവർമ്മ കണ്ടിക്കാൻ പോകണം, ഈ 2 സൈഡിലും കിടന്ന് കറങ്ങുന്നത്, തിന്നത് ഇപ്പുറത്തൊക്കെ കിടക്കാണ്. അത് മൊത്തം എടുത്തിട്ട് കൊണ്ടുപോയി ഡിലീറ്റ് ആക്ക്, കൊണ്ടുപോയി തിരിച്ചു കൊടുക്ക്. അവന്റെ പണം കൊണ്ടാണ് നീ ഫോർച്യൂണർ എടുത്തത്, അവന്റെ പലിശയുടെ പണം കൊണ്ടാണ് നീ വെന്നിയൊരു ഹൈവേയുടെ സൈഡിൽ 10 ഏക്കർ സ്ഥലം വാങ്ങിയത്, ആ പണം കൊണ്ടാണ് നീ അവിടെ കോംപ്ലക്സ് ഉണ്ടാക്കിയത്. അത് മുഴുവനും ആ പണം എടുത്തിട്ട് തിരിച്ചു കൊടുക്കുക. അതാണ് നിന്റെ തൗബ. ആ തൗബ ചെയ്യാതെ മരിച്ചുപോയ അള്ളാഹ് പൊറുക്കുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. മസല ഇതാണ്. ബാക്കി അള്ളാഹു വേല പെടച്ചവും പുറത്തേക്കാം, ചിലപ്പോൾ ഇടിച്ചേക്കാം. ഇതെനിക്കറിയില്ല, മസല അതാണ്. ഇനി ഇതല്ലാത്തൊരു മസല ഉണ്ടെന്ന് നിങ്ങൾ ഉസ്താദന്മാരെ കൊണ്ട് ചോദിച്ചിട്ട് കൊണ്ടുവന്നാൽ അബൂബക്കർ അത് സ്വീകരിക്കും. എൻ്റെ അറിവിൽ ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ 5 വർഷം 1 വർഷം ഒരാൾ പലിശയുടെ പൈസ തിന്നിട്ടുണ്ടെങ്കിൽ ആ പലിശയുടെ തൗബ എന്ന് പറയുന്നത് അത് മടക്കി കൊടുക്കണം, അത് മടക്കി കൊടുക്കണം. അതാണ് അവന്റെ തൗബ. പിന്നെ അബദ്ധത്തിൽ കൊടുക്കാൻ പറ്റാത്ത ആളില്ല, മറന്നുപോയി, ചിലപ്പോൾ അതൊക്കെ അള്ളാഹ് പൊരുത്തപ്പെട്ട് തന്നേക്കാം. എന്നാലും നമ്മളൊരു 80% 90% മടക്കി കൊടുത്തുവെങ്കിൽ ഓക്കെ, അതാണ് തൗബ. അതാണ് തൗബ. അതല്ലാതെ ആളുകൾ വിചാരിക്കുന്നത് അറിയോ, ഇതൊക്കെ തിന്നിട്ട് ഈ ഹറാമ് മുഴുവനും സമ്പാദിച്ച് ഇത് മുഴുവനും തിന്നിട്ട് ഒരു ഉംറ ഒരു ഹജ്ജ് ചെയ്ത എല്ലാം കബൂലാളിയ, എല്ലാം കബൂല. ഓടി അങ്ങോട്ട് പോയാൽ മതി. മനസ്സിലായില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ ഓർക്കുന്നുണ്ടോ ഈ സാധനത്തിനെ വാതിൽ വിളിക്കണ്ടായിരുന്നു? ഓർക്കുന്നുണ്ടോ? എന്തിനാ വിളിച്ചത്? നമുക്കുള്ളത് നേരെ പറഞ്ഞു പോകും. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അബൂബക്കർ മൗലവിയോ അയാൾ ഭയങ്കര നല്ല ആലിമായിരിക്കും. ഏറ്റവും വലിയ മോശക്കാരൻ ഞാൻ തന്നെയാണ്. എന്നെക്കാൾ എത്രയോ നല്ലവരാണ് നിങ്ങളും ഈ ഇരിക്കുന്നവരും. പക്ഷെ ഇത് പറയുമ്പോൾ നമുക്ക് പറഞ്ഞേ മതിയുള്ളൂ, അത് പറയാതെ മറ്റു മാർഗ്ഗമില്ല. നിങ്ങളെ കേൾപ്പിച്ച് കുറച്ച് രസിപ്പിച്ച് വാള് പറഞ്ഞ പോലല്ല. വാള് എന്ന് പറഞ്ഞ നസിഹത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. നിങ്ങളെക്കാളേറെ എനിക്ക് ആദ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം, പിന്നെ നിങ്ങളത് ശ്രമിക്കണം. അതിനാണ് വാള്. അല്ല ചുമ്മാ കുറെ നീട്ടിപ്പിടിച്ച് പോയിട്ട് പ്രസംഗിക്കലല്ലോ വാള്. പഠിക്കണ്ടേ? നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ സിസിക്ക് വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യാനുള്ള പരിശ്രമം നടത്തും. ക്ലോസ് ചെയ്യാനുള്ള പരിശ്രമം നടത്തും ഇൻഷാ അല്ലാഹ്. ആട്ടോ കൺസൾട്ടിങ് നടത്തുന്നവരുണ്ട്, സിസി ഇട്ട് കൊടുക്കുന്നവർ, നമ്മുടെ സഹോദരങ്ങൾ സിസി ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഹറാമ് തന്നെയാണ്. ആ പൈസ വേണ്ട. പെട്ടെന്ന് ആട്ടോ കൺസൾട്ടിങ് നിങ്ങളത് ഓഫാക്ക്, അത് പൂർത്തിയാക്ക്, അത് ഒഴിവാക്ക്. എന്നിട്ട് വേറെ എന്തെങ്കിലും കച്ചവടം തുടങ്ങുക. അള്ളാഹു അതിൽ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യും.
ഈ പലിശയുടെ പൈസ വിട്ട് മറ്റൊരാൾക്ക് പലിശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുതി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് അത് വേണ്ട. നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള പണമല്ലേ, മക്കൾ തിന്നാനുള്ളതല്ലേ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എത്രയും വേഗം എടുത്ത കടങ്ങളും ഇടപാടുകളും പൂർത്തീകരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്, നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത് ആഖിറത്തിലെ നന്മകളാണ്. ഓരോ മാതാപിതാക്കളും തന്നെ മക്കളോടുള്ള കടമകളെ കുറിച്ച് ആദരവായ ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് മറുപടി പറയുകയാണ്. ഒന്ന്, നല്ലപോലെ ശ്രദ്ധിക്കണം വാപ്പാമാര് കേട്ടോ. ഉമ്മ ഒന്ന് ശ്രദ്ധിച്ചോ, മക്കളോടുള്ള കടമ അതാ പറഞ്ഞുതരാം കേട്ടോ, നല്ലപോലെ കേൾക്കണം. ഇനിയുള്ള സമയത്തെങ്കിലും നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് പറയുന്നത് കേട്ടോ. അൽ ഗുലാം യുഅഖു അൻഹു യൗമസ്സാബി വയുമാതു അൻഹുൽ അദാ. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് 7ാമത്തെ ദിവസമാകുമ്പോ ആ കുട്ടിയുടെ തലമുണ്ടനം ചെയ്യണേ, ആ കുട്ടിക്ക് നിങ്ങൾ നല്ല പേര് നൽകണേ. ഫൈദാ ബലഗ 6 സിനീൻ, 6 വയസ്സായി കഴിഞ്ഞാൽ ഉദ്ദിബാ, ആ കുട്ടിക്ക് നിങ്ങൾ മര്യാദ പഠിപ്പിക്കണേ. വാപ്പ ഉമ്മ ശ്രദ്ധിക്കണേ, കുട്ടികളെ മര്യാദ പഠിപ്പിക്കേണ്ടത് എങ്ങനെ? 6 വയസ്സായ 4 വയസ്സായ 5 വയസ്സായ 3 വയസ്സായ കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ഇടത് കൈ കൊണ്ടാണ് ബിസ്ക്കറ്റ് കഴിക്കുന്നതെങ്കിൽ, ഇടത് കൈ കൊണ്ടാണ് ചോറ് തിന്നുന്നതെങ്കിൽ, ഇടത് കൈ കൊണ്ടാണ് മിഠായി കഴിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ കൈ കടിച്ചിട്ട് മകനെ കുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കണേ എന്ന് പറയണേ. സമ്മില്ല, ബിസ്മി ചൊല്ലടാ മകനെ എന്ന് പറയണേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മാതാപിതാക്കളോട് നൽകുന്ന ഉപദേശമാണ് മക്കളെ അതവ് പഠിപ്പിക്കാൻ. ഇത് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ ഇടത് കൈ കൊണ്ട് ബിസ്ക്കറ്റ് തിന്നും, പബ്സ് തിന്നും, ഷവർമ തിന്നും. പക്ഷെ മാതാപിതാക്കളൊന്നും മൈൻഡ് ചെയ്യൂല. ഇന്ന ശൈത്താന യശ്റബു ബിശിമാലിഹി വയഅകുലു ബിശിമാലിഹി. തീർച്ചയായും പിശാചാണ് ഇടത് കൈ കൊണ്ട് കഴിക്കുന്നത്, ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിന്നാനും കുടിക്കാനും വലത് കൈ ഉപയോഗിക്കണേ. ഇടത് കൈ കൊണ്ട് മക്കൾ കഴിക്കുന്ന കണ്ടാൽ അപ്പോഴേ ഉമ്മ പോയിട്ട് അടിച്ചിട്ട് മനെ അങ്ങനല്ല, വലത് കൈ കൊണ്ട് പിടിക്കടാ, പിടിക്ക്, അങ്ങനെ കഴിക്ക്, അങ്ങനെ കഴിക്ക്, അങ്ങനെ പഠിപ്പിക്കണം. അതാണ് അദബ്, അതാണ് അദബ്. മുതിർന്നവർ വരുന്നു, അവൻ ഇരിക്കൂല, അവൻ ഇങ്ങനെ കാലുമേ കാലൊക്കെ കെട്ടി വെച്ച് ചുക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശൈത്താനെ എഴുന്നേക്കടാ എന്നും പറഞ്ഞ് അവനെ അടിച്ച് അവനെ എഴുന്നേൽപ്പിക്കണം. കാരണവർമാരെ കണ്ടാൽ ബഹുമാനിപ്പിക്കണം, എഴുന്നേക്ക്. ഉസ്താദന്മാരെ കണ്ടാൽ, മുതിർന്നവരെ കണ്ടാൽ എഴുന്നേക്കാൻ പറയണം. അവരുടെ മുന്നിൽ വരരുത്, മാറിയിരിക്കണം. നിന്റെ വാപ്പ ഇനി ജാഹിലാണെങ്കിലും നിന്റെ വാപ്പയും മൊത്തം നിസ്കരിക്കാൻ പോകുമ്പോ ജമാഅത്ത് കഴിഞ്ഞു, നീയാണ് ആലിമ്, നീ ഇമാമത്തിക്കുന്നെങ്കിൽ ഉപ്പയോട് ആദ്യം അനുവാദം ചോദിക്കണം. ഉപ്പ ഇമാമത്ത് നിൽക്ക്, ഇല്ല മോനെ നീ നിന്നോ എന്ന് ഉപ്പ അനുവാദം തന്നെങ്കിലേ ഒരു ആലിമാണെങ്കിൽ പോലും ഇമാമത്ത് നിൽക്കാവൂ. അതാണ് വാപ്പയും തമ്മിലുള്ള ബന്ധം. മാതാപിതാക്കളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മഹത്വം മലപ്പുറം ജില്ലയ്ക്കാട്ടോ. ഞാൻ അടുത്ത സമയത്ത് എൻ്റെ പള്ളിയിൽ ഞാൻ പ്രസംഗിച്ചു. വൃദ്ധസദനങ്ങൾ 8 വൃദ്ധസദനങ്ങളേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ, 8 വൃദ്ധസദനങ്ങളേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വൃദ്ധസദനം എറണാകുളത്താണ്, 2ാമത് തൃശ്ശൂരാണ്, 3ാമത് ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. 48 വൃദ്ധസദനമുണ്ട് തിരുവനന്തപുരത്ത്, 48 വൃദ്ധസദനം. മലപ്പുറം ജില്ലയിൽ 8 വൃദ്ധസദനങ്ങൾ. ഞാൻ അപ്പം മലപ്പുറം ജില്ലയെക്കുറിച്ച് പൊക്കി പറഞ്ഞു എൻ്റെ പള്ളിയിൽ. എല്ലാവരും പറയും മലപ്പുറം ജില്ലക്കാർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള തിരുവനന്തപുരം ജില്ലയിൽ 48 വൃദ്ധസദനമുണ്ട്. ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായ തൃശ്ശൂർ ജില്ലയിൽ 80ഓളം വൃദ്ധസദനങ്ങളുണ്ട്. ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായ എറണാകുളം ജില്ലയിൽ 100ഓളം വൃദ്ധസദനങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയാണ്. അഭിമാനിക്കാം. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ വിടാതെ വീട്ടിൽ വെച്ച് അവർക്ക് എല്ലാ ശുശ്രൂഷകളും നൽകുന്ന നല്ല മക്കളാണ് മലപ്പുറത്തിൻ്റെ മക്കള്. കിബറൊന്നും വേണ്ട കേട്ടോ, നല്ല മക്കളാണ്. ഹൈ പോപ്പുലേഷൻ അതാണ്. അൽഹംദുലില്ലാഹ്. ആളുകൾ പറയല്ലേ വിദ്യാഭ്യാസത്തിൽ വിവരമില്ലാന്ന്. ഇതൊക്കെ പറയണം. നമ്മളെ അങ്ങ് വിവരമില്ലാത്തവരാക്കി അങ്ങ് മാറ്റല്ലേ മുസ്ലിങ്ങളെ. അങ്ങനെ നിൽക്കരുത്, അതിനൊന്നും നിൽക്കരുത്. പിന്നെ ഈ കാണിക്കുന്ന പേക്കൂത്ത് കണ്ടിട്ട് വിവരമില്ലാത്തവരെന്ന് പറയുന്നത്, അതുകൊണ്ട് അത് കാണിക്കാൻ നിൽക്കരുത്. നമ്മൾ നല്ല വിദ്യാഭ്യാസ വിചക്ഷണരായി മാറണം. അതാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഈ ചരിത്രം ഇന്നത്തെ നെറ്റ് ഗൂഗിൾ പരിശോധിച്ച് നോക്ക്. ഏറ്റവും കുറവ് പിന്നെ ഈ വൃദ്ധസദനം മലപ്പുറം ജില്ലയിലാണ്. കാരണം എന്താ? മാതാപിതാക്കളോടുള്ള മഹത്വം. കാരണം ഇതേപോലെ ഹദീസും ആയത്തുകളും ഖുർആനും മതപ്രസംഗങ്ങളും കേൾക്കുന്നത് കൊണ്ട് ഉപ്പയോടും ഉമ്മയോടുള്ള മഹത്വം അവർ മനസ്സിലാക്കാൻ കഴിയുന്നു.
നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നിങ്ങൾ കേൾക്കണേ. ഇദഖ്തറബ സമാൻ, ഒരു കാലഘട്ടം വരും, അയ്യു റബ്ബിയർ റജുലു ജർവാ ഖൈറുൽ ലഹു മിൻ അയ്യു റബ്ബിയ വലദാ. സ്വന്തം മക്കളെ വളർത്താൻ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലം വരുമത്രേ. ആ കാലഘട്ടം എത്തുന്നതിന് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പട്ടിക്കുട്ടിയെ നായിക്കുട്ടിയെ വളർത്തലാണ് നിങ്ങൾക്ക് അഭികാമ്യമെന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാ, പട്ടിക്കുട്ടിയെ വളർത്തലാണ് നല്ലത് സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ. അങ്ങനെ ഒരു കാലം വരുമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാലം ഇതായിരിക്കും. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. ഹദീസ് ഓതിട്ടാ പറഞ്ഞേ, കള്ളത്തരല്ല, മൗദൂഒന്നും അല്ല കേട്ടോ, ഒറിജിനൽ ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്റാത്തു സഅത്തുൽ ഖുർബിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ അയ്യുറബ്ബിയ റജുലു വലദൻ ഖൈറുൽ ലഹു ജർവൻ. ജർവൻ എന്ന് പറഞ്ഞാൽ വലദുൽ കൽബ്, പട്ടിയുടെ കുട്ടി, നായി. പട്ടി എന്നല്ല ഇവിടെ പറയാ, പട്ടി നായി, നായി എന്നൊക്കെ പറയും ഇവിടെ, നായിക്കുട്ടി, രണ്ടും പറയും. ആ നായിക്കുട്ടിയെ വളർത്തലാണ് ഒരു വാപ്പാക്കും ഉമ്മാക്കും ശ്രേഷ്ഠം മിൻ അയ്യുറബ്ബിയ വലദൻ ലഹു, സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ. കാരണം എന്താ? വാപ്പായെ അനുസരിക്കാത്ത മക്കൾ, ഉമ്മയെ അനുസരിക്കാത്ത മക്കൾ, മാതാപിതാക്കളോട് മര്യാദ കാണിക്കാത്ത മക്കൾ, അദബ് കാണിക്കാത്ത മക്കൾ, അനുസരണ ഇല്ലാത്ത മക്കൾ, അങ്ങനത്തെ മക്കളെ വളർത്തുന്നതിനേക്കാൾ ഒരു പട്ടിക്കുട്ടിയെ വാങ്ങി വളർത്തലാണ് ശ്രേഷ്ഠമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് കാരണം പറഞ്ഞത് എന്താ? വലാ യുവഖറു കബീറുഹും വലാ യുർഹമു സഗീറുഹും. കാരണവർമാരെ കണ്ടാ ബഹുമാനിക്കൂല, കൊച്ചുകുട്ടികളോട് മര്യാദയില്ല, സ്നേഹവുമില്ല. നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? ഇന്നത്തെ ഫ്രീക്കന്മാരെ കുട്ടികള് മുതിർന്നവരെ കണ്ട, കാരണവന്മാരെ കണ്ട ബഹുമാനിക്കുവോ? കളിയാക്കും. വീഡിയോ വലിച്ചിട്ട് അവരുടെ മുഖത്തേക്ക് ഊതി വിടുക. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികള്, പെൺകുട്ടികൾ വീഡിയോ വലിക്കുന്നു. ഫോട്ടോ വന്നു, സ്കൂളിൽ പോകുന്ന കുട്ടികൾ 10 വയസ്സ് 9 വയസ്സ് വലിച്ചു വിടുകയാണ്. ഇവൻ ഒരു 16-18 വയസ്സാകുമ്പോൾ ഇവന്റെ വലി എന്താ വലിയായിരിക്കും. അവസാനം ഇവനൊരു വലിയായിട്ട് മാറും. അല്ലേ? ആരായിട്ട് മാറും? ഇവൻ ഒരു വലിയുല്ലാഹി സിഗരറ്റ്, അവരുടെ വലിയായിട്ട് മാറും. ഏറ്റവും വലിയ വലി. കാരണം വലിയോടെ വലിയല്ലേ. രാത്രി നമ്മുടെ വീട്ടിൽ കിടന്ന് കൂർക്കം വലിക്കുന്നവനാണ് ഏറ്റവും വലിയ വലിയായിട്ട് കാണുന്നത്. കൂർക്കം വലിയോടെ വലിയാണ്. നമ്മുടെ പെണ്ണ് പറയും എൻ്റെ ഭർത്താവ് വലിയാണെന്ന്. മാഷാ അല്ലാ, എൻ്റെ ഭർത്താവ് വലിയ, നീ വലിയ ഭാഗ്യവതിയാണല്ലോ. അതെ, രാത്രി കൂർക്കം വലിയാണ് വലിയ. എന്താ വലി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന അദബ് കുട്ടികളോട് ഞാൻ പറഞ്ഞത് എന്താണ്? വലാ യുവഖറു കബീറുഹും വലാ യുർഹമു സഗീറുഹും. ചില കുട്ടികൾ ഉണ്ടാകും, ആ കുട്ടികൾ മുതിർന്നവരെ ബഹുമാനിക്കുകയില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കുകയില്ല, കുട്ടികളോട് കുഞ്ഞുമക്കളോട് കരുണ കാട്ടുകയില്ല. വലാ യുർഹമു സഗീറുഹും, അവരിൽ കൊച്ചു കുട്ടികളോട് കരുണ കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അങ്ങനത്തെ കുറച്ച് കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ നാടിന് ആപത്താണ്. കരുണയില്ലാത്ത കുട്ടികൾ, അവരെ വളർത്തുന്നതിനേക്കാൾ നല്ലത് പട്ടിക്കുട്ടിയെ വളർത്തലാണ് നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാസത്തു അശിയാ അസീറത്തുൻ ഫീ കുല്ലി സമാൻ. 3 കാര്യങ്ങൾ എക്കാലവും അമൂല്യമായ നിധി തന്നെയാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 3 കാര്യങ്ങൾ വിലമതിക്കാനാകാത്ത നിധിയാണ്. 3 കാര്യം കേട്ടോ, വിലമതിക്കാനാവാത്ത നിധിയാണ് 3 കാര്യം. ഒന്ന് വഹിയ അൽ ഇഖാഉ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഐക്യവും സാഹോദര്യവും നിലനിർത്തുക എന്നത് വിലമതിക്കാനാവാത്ത നിധിയാണ്. അൽഹംദുലില്ലാഹ്, ആ ഒരു ഐക്യം നമ്മുടെ ഈ നാട്ടിലുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ ആ ഒരു ഐക്യമുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി. ഇവിടെ മറ്റു മതക്കാരൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടോ? എല്ലാ ഹിന്ദുക്കള് എല്ലാവരും, എല്ലാ മതക്കാരും ഒക്കെ അവർ വടക്കൻ ജില്ലയിലൊക്കെ കൂടുതൽ മുസ്ലിങ്ങളാണ്. എന്നാൽ ഹിന്ദുക്കളും എല്ലാവരും നല്ല ഏകോദര സഹോദരങ്ങളെ പോലെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. അതാണ് വേണ്ടത്. നഹീം ദൃശം സംവനനം ദൃഷ്ട ലോകേഷ്ട വിദ്യതേ ദയാ മൈത്രീ ച പ്രദേഷ്ട ദാനം ച മധുരാജവാക്. നല്ല വാക്കുച്ചരിക്കണം, മധുരമായ വാക്കുച്ചരിക്കണം, നല്ല സംസാരം. അതിനേക്കാൾ ഒരു ആരാധന മുപ്പാരിലുമില്ല. സമാനീവ ആകുതി സമാനാഹൃത
ഹൃദയാനിവ സമാനമസ്തുവോ മനോ യഥാവസു സഹാസിതി. എങ്ങനെയായാലാണോ നിങ്ങളിൽ ഐക്യം സംഭവിക്കുക, ആ ഒരു ഐക്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ, ആ ഒരു ഐക്യവും സാഹോദര്യവും നിങ്ങളിൽ ഉണ്ടാകട്ടെ. അതല്ല പഠിപ്പിച്ച ഹൈന്ദവ മതം. ആ ഒരു ഐക്യമാണ് നമുക്ക് വേണ്ടത്, ആ ഒരു സാഹോദര്യമാണ് നമുക്ക് വേണ്ടത്. മദ്ഹബ് നഹീം സിഖാത്ത ആപസ് മേ ഭൈർ റഖന ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദുസ്ഥാൻ ഹമാര. ഒരു മദ്ഹബും ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല പരസ്പരം തമ്മിലടിക്കാൻ. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഒരൊറ്റ ചരടിന്റെ മക്കളാണ്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ഐക്യമാണ് ഈ അലിഫ് കൂട്ടായ്മയ്ക്കുള്ളത്. ആ പേര് തന്നെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയല്ലേ, എല്ലാവരും ഒരുമിച്ച് കൂടിയുള്ളൊരു കൂട്ടായ്മ. അതുകൊണ്ടാണ് 3 കാര്യങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. ഒന്ന്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന സാഹോദര്യം, അത് എക്കാലവും വിലമതിക്കാനാകാത്തതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 2, വൽ മർഅതു സാലിഹ അലീഫ തുഈനുഹു ഫീ ദീനില്ലാഹ്. ദീനിന്റെ പേരിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന സദ്വൃത്തയായ സ്നേഹനിധിയായ ഒരു തരുണിയുണ്ടോ, ഒരു ഭാര്യയുണ്ടോ, ഒരു സഹധർമ്മിണിയുണ്ടോ, അവൾ എക്കാലവും ലോകത്തിന് അഭിമാനമാണ്, അലങ്കാരമാണ്, വിലമതിക്കാനാവാത്ത മുത്താണെന്ന് ലോകൈക നേതാവ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മർഅത്തു സാലിഹത്തുൽ അലീഫ. അലീഫ, അൽഫ്, ഉൽഫത്ത്, ഇൽഫത്ത്, അതായത് അലിഫിന്റെ അർത്ഥം സ്നേഹം, ഉൽഫത്ത് സ്നേഹം, ആ ഒരു സാഹോദര്യം. അതാണ് ഈ അലിഫ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ അർത്ഥം വെക്കണം. ഉൽഫത്ത്, ഇൽഫത്ത്, യോജിപ്പിക്കുക, സ്നേഹിക്കുക, സംഘടിക്കുക, സാഹോദര്യം വളർത്തുക, അതാണ് ഇതിന്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കണം. അലീഫ, അലീഫയായ ഒരു പെണ്ണിനെയാണ് വേണ്ടത്. സ്നേഹനിധിയായ ഭാര്യ. രാത്രി ഉറക്കുമ്പോൾ കഴുത്തറുത്തോണ്ട് വന്ന സാധനമല്ല. അപ്പൊ സ്നേഹനിധിയായ ഒരു ഭാര്യയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഉറങ്ങുമ്പോ ഒക്കെ സൂക്ഷിക്കണം അല്ലേ. ഭാര്യ മാത്രമല്ല കഴുത്ത, നമ്മൾ ഭാര്യയുടെയും കഴുത്തിറക്കുന്നില്ലേ? അങ്ങോട്ടും ഉണ്ടല്ലോ. ഭാര്യ മാത്രം കഴുത്തിറക്കുക, നമ്മളത് കാണിച്ചു കൊടുത്തത്. ആദ്യം അറുത്ത് കൊടുത്തത് ആദ്യം ഭർത്താക്കന്മാരെ അറുത്ത് കാണിച്ചത്. അപ്പോൾ അവളും പഠിച്ചു. ഇനി ഞാനും ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല, ഞാനും അറക്കാൻ തുടങ്ങിയിരിക്കാൻ. കൂടുതലും ഭർത്താക്കന്മാർ ഇറക്കുന്ന പെണ്ണിന്റെ താലിയാണ്, അത് അറുത്ത് മാറ്റിക്കൊണ്ട് പോവാ, പൊട്ടിച്ച് മാറ്റാണ്. അങ്ങനെയാണ് ആദ്യം പഠിപ്പിച്ചത്. എന്തുമാകട്ടെ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു മനസ്സിലാക്കട്ടെ, സ്വാലിഹത്തായ ഒരു പെണ്ണ്, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം. അതൊക്കെ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ സൗകര്യം പോലെ നമുക്ക് പറയാം. അതൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ ഒരു സൗകര്യം പോലെ, അതൊക്കെ വിഷയം വേറെയാണ്. സ്വാലിഹത്തായ അലീഫത്തായ സ്നേഹം. ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ അതൊരു ഭാരമാകരുത്, അതൊരു ഭാരമാകരുത്. അത് നമുക്കുള്ള ഒരു സ്നേഹനിധിയായിരിക്കണം. എപ്പോഴും ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കുന്ന ഒരു പെണ്ണായിരിക്കണം. അതാണ് ഭാര്യ. അങ്ങനെയുള്ളവളായിരിക്കണം. അതിനൊക്കെ ചില കാരണങ്ങളും കടമകളും ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോകട്ടെ. അതൊക്കെ ഇനി ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മക്കൊക്കെ ഭാര്യ ഉണ്ടല്ലോ. ഇനി പുതിയ തലമുറകളിരിപ്പുണ്ട്, അവരൊക്കെ പിന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതും പറഞ്ഞിട്ട് കാര്യമില്ല. ബുക്ക് ചെയ്യാത്ത പുതിയ രജിസ്ട്രേഷൻ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ചില അതിഥികളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. എന്തായാലും അൽ മർഅത്തു സാലിഹത്തുൽ അലീഫത്തു തുഈനുഹു ഫീ ദീനില്ലാഹ്. അള്ളാന്റെ ദീനിൽ സഹായിക്കുന്ന സാലിഹത്തായ പെണ്ണ്, ഇതും വിലമതിക്കാനാവാത്തതാണ്. 3 നമ്മുടെ വിഷയം. വൽവലദുർ റഷീദ്, വഴികാട്ടിയായ മകൻ, വിലമതിക്കാനാകാത്ത അമൂല്യനിധിയാണ്. വഴികാട്ടിയായ മകൻ, വാപ്പ പറയുന്ന അതേ വഴി. വാപ്പയെ കണ്ടാൽ എഴുന്നേക്കും, ഉമ്മയെ കണ്ടാൽ ആദരിക്കും, ബഹുമാനിക്കും. വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് നോക്കി കൂടുതൽ ഒച്ചയിട്ട് സംസാരിക്കൂല, വിരൽ ചൂണ്ടി സംസാരിക്കൂല. വാപ്പ പറയുന്നത് പോലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, ഉമ്മ പറയുന്നത് അനുസരിക്കും. അങ്ങനെയുള്ള നല്ല മകൻ. വൽവലദുർ റഷീദ്, വഴികാട്ടിയായ മകൻ. ആ മകൻ എക്കാലവും അമൂല്യനിധിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എക്കാലവും നമുക്ക് ഗുണപ്പെടും. അതില്ലാത്തതോ പോയി. അതുകൊണ്ടാണ് ചെറുപ്പത്തിനെ വളർത്തിയെടുക്കുമ്പോൾ അതബോടെ വളർത്തിയെടുക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. 6 വയസ്സാകുമ്പോൾ കുട്ടിയെ മര്യാദ പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബിസ്മി ചൊല്ലിയിട്ടാണോ നീ വെള്ളം കുടിച്ചത്? ഉമ്മ ചോദിക്കണം. ഉമ്മ ബിസ്മി ചൊല്ലിയിട്ട് വർഷം എത്രയായി വെള്ളം കുടിക്കാൻ നേരത്ത്?
പിന്നെ എങ്ങനെ മോൻ ചൊല്ലുക? ഉമ്മയും ഉപ്പയും ഭക്ഷണം കഴിക്കാൻ നേരത്ത് ബിസ്മി ചൊല്ലിയിട്ട് വർഷങ്ങളായി. പിന്നെ മകൻ എങ്ങനെ ബിസ്മി ചൊല്ലും? നിന്ന് തിന്നും. നിന്ന് തിന്നരുത്, മുറുവത്ത് നഷ്ടപ്പെടും. നടന്ന് തിന്നരുത്, മുറുവത്ത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തില്ലായ്മയുടെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തറയിൽ ഭക്ഷണം വീഴരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ കാല് ചെരുപ്പിൽ നിന്ന് ചെരുപ്പ് ഊരണം. ചെരുപ്പ് ഊരിയിട്ട് കഴിക്കണം. മുൻഭാഗത്ത് നിന്ന് കഴിക്കണം. ബിസ്മി ചൊല്ലി കഴിക്കണം. നടുക്കുന്ന് അളിച്ചു വാരി ഇളക്കി മറിച്ച് കഴിക്കരുത്. JCB വന്ന് കുത്തി ഇളക്കുന്നത് പോലെ എല്ലാം കൂടെ ആ മട്ടനൊഴി, ഈ ചിക്കനൊഴി, ആ പരിപ്പൊഴി, ഈ മോരൊഴി എല്ലാം കൂടെ പുഷ്ക് ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് അടയ്ക്കുന്ന പോലെ അടിച്ചിട്ട് ഒരു അടി അടിക്കൽ തന്നെ അത് പോയി. അതോടെ എന്റെ ബർക്കത്തെ നഷ്ടപ്പെട്ടു. അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുൻഭാഗത്ത് നിന്ന് കഴിക്കണം, വലത് കൈ കൊണ്ട് കഴിക്കണം, ബിസ്മി ചൊല്ലി കഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് അല്ലാഹുവെ ശുക്ർ ചെയ്യണം. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കരുത്. ഒന്നേ ആദ്യം കുടിക്കണം, അല്ലെങ്കിൽ അവസാനം കുടിക്കണം. ഇതൊക്കെ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചപ്പോഴല്ലേ, ഇപ്പോഴല്ലേ ശാസ്ത്രജ്ഞന്മാർ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ പാടില്ല. ഒന്നേ തുടക്കത്തിൽ കുടിക്കണം, അല്ലെങ്കിൽ ഒടുക്കത്തിൽ കുടിക്കണം. റസൂലുള്ള പറഞ്ഞതിന് ശേഷം ഇവര് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിക്കോ. അതേപോലെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഭക്ഷണ സാധനം തുറന്നു വെക്കല്ലേ. ഹബീബുനാ റസൂലുള്ളാഹി വീടിന്റെ വാതിൽ തുറന്നിടരുത്. ഹബീബുനാ റസൂലുള്ളാഹി വെള്ളത്തിന്റെ പാത്രം നിങ്ങൾ മൂടി വെക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി വഅഖ്ഫിതു സിബിയാനകും ഇൻദൽ മസാ. സന്ധ്യാസമയമായാൽ കുട്ടികളെയും കൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ വെളിയിൽ പോകരുതേ. ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. സന്ധ്യാസമയത്ത് കുട്ടികളെ വെളിയിൽ ഇറക്കാൻ പാടില്ല. കാരണം എന്താ? ഫൈനലിൽ ജിന്നി ഇന്തിശാറൻ വഖത്ഫാ. ജിന്നുകൾ എന്ന് പറയുന്ന ഭൂതവർഗത്തിന് ഒരു വിഹരിപ്പിന്റെ സമയമാണ് ആ സന്ധ്യാസമയം. ആ സമയത്ത് നിങ്ങൾ കുട്ടികളെയും കൊണ്ട് വെളിയിൽ ഇറക്കരുത്. അങ്ങനെ ഇറക്കിയാൽ ആ പിശാചിന്റെ ശർറ് ഈ കുട്ടികൾക്ക് ഏൽക്കാം. പിന്നെ രാത്രി ഉറങ്ങൂല. രാത്രി കിടന്ന് കരച്ചില്, രാത്രി ഞെട്ടി ഉണരല്, പിന്നെ വിളിക്കല്, പിന്നെ കൂവല്, പിന്നെ ഉസ്താദിനെ കൊണ്ടുപോകല്, പിന്നെ ഉസ്താദിനെ വിളിക്കാൻ നിൽക്കല്. ആകെ ഇടങ്ങേറാകും. അതിന്റെ കാരണം എന്ത്? സന്ധ്യാസമയത്ത് കുട്ടികളെ വെളിയിൽ ഇറക്കാൻ പാടില്ല. ഹദീസാണ്. وأطفئوا المصابيح عند الرقاد. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ നിങ്ങൾ ഓഫ് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഗ്യാസ് സിലിണ്ടറിന്റെ അഡാപ്റ്റർ ഓഫ് ആക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ രാത്രി ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് നിങ്ങളുടെ അടുപ്പിലെ തീയെല്ലാം നിങ്ങൾ ഓഫാക്കിയിട്ട് അതൊക്കെ അണച്ചിട്ട് കെടുത്തിയിട്ട് കിടക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. എന്തിനാണ്? ഫൈനൽ ഫുവൈസിഖ റുബ്ബമജ്തറത്തിൽ ഫതീലാ ഫഅഹറഖത് അഹ്ലൽ ബൈത്ത്. വികൃതകാരിയായ ചുണ്ടലിയിൽ നിന്ന് ഒരുപാട് ആപത്തുകൾ നിങ്ങൾക്കുണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ വിളക്ക് കെടുത്തിയിട്ട് അടുപ്പിലെ തീ കെടുത്തിയിട്ട് ഉറങ്ങണേ. ചുണ്ടലി പരത്തുന്ന രോഗങ്ങൾ എന്തെല്ലാവാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലേ അല്ലേ? എലിപ്പനി, പന്നിപ്പനി, തക്കാളിപ്പനി, വെണ്ടയ്ക്കാപ്പനി, വഴുതനങ്ങാപ്പനി, ഏതെല്ലാം സൈസിലെ പനിയാ? നിപ്പ വൈറസ് പനി ഇല്ലയപ്പാ. ഏതെല്ലാം പനികളാണ് ഹബീബായ തങ്ങൾ നേരത്തെ പറഞ്ഞതാ ഇതൊക്കെ കേട്ടോ. നബി തങ്ങൾ പറഞ്ഞത് ഇതെല്ലാം. ഈ ചുണ്ടലി പരത്തുന്ന രോഗങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണമെന്ന്. എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞ എന്താ? നിങ്ങളുടെ വീടും പരിസരവും മുറ്റവും പാത്രങ്ങളും നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണേ. നബിയുനാ റസൂലുള്ളാഹി. വീടൊക്കെ പോയി ശുദ്ധിയാക്കണം, ബാത്റൂം വൃത്തിയാക്കണം, നമ്മുടെ ബെഡ് വൃത്തിയാക്കണം, ബെഡ്ഷീറ്റ് വൃത്തിയാക്കണം. ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കണം. നമ്മുടെയൊക്കെ ബാത്റൂമിൽ കിടക്കുന്ന പിന്നെ ആ ചെരുപ്പില്ലേ, എത്ര വർഷമായി വാങ്ങിയിട്ടിട്ട് മാർബിളി ചവിട്ടിയതുപോലെ അതിനകത്ത് കയറിയ തെന്നി അങ്ങോട്ട് പോകും. മുഴുവൻ പേരുടെ അഴുക്കും ആ ചെരുപ്പിലുണ്ട്. ഇന്ന് ബാത്റൂമിൽ പോകുമ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്ക്. ഇടയ്ക്കിടയ്ക്ക് ചെരുപ്പ് മാറ്റണം, അസുഖങ്ങൾ പിടിക്കും.
ബാത്റൂമിലെ ചെരുപ്പ്, പുതിയ ചെരുപ്പ് വാങ്ങിക്കണം, അല്ലെങ്കിൽ അത് കഴുകി വൃത്തിയാക്കണം. ബാത്റൂമിൻ്റെ ക്ലോസറ്റ് എപ്പോഴും വൃത്തിയാക്കണം. ബാത്റൂമും പരിസരമൊക്കെ വൃത്തിയാക്കണം. പള്ളിയുടെ ബാത്റൂമും പരിസരങ്ങളും വൃത്തിയാക്കണം. എപ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ബെഡ്ഷീറ്റ് കുടഞ്ഞിട്ട് കിടക്കണം. പാമ്പ് കയറിയിരിക്കും. എത്ര കുട്ടികളെയാണ് രാത്രി പാമ്പ് കടിച്ച് മരിച്ചത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ ബെഡ്ഷീറ്റ് കുടഞ്ഞിട്ട് വേണം കിടക്കാൻ. ഇതൊക്കെ അള്ളാഹു റസൂൽ പറഞ്ഞതല്ലേ? ശ്രദ്ധിക്കാതെ പാമ്പ് കടിച്ചതിന് പിന്നെ നബിതങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? അള്ളാഹു റസൂൽ പറഞ്ഞ നമ്മൾ കേട്ടില്ല, പഠിച്ചിട്ടില്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ മുഴുവനും മൂടി വെക്കണേ. എല്ലാം മൂടി അടച്ച് വൃത്തിയാക്കി വേണം വെക്കാൻ. ഒന്നും തുറന്നു വെക്കാൻ പാടില്ല. ഇനി അടപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു വടിയെടുത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അതിന്റെ മുകളിൽ വെച്ചിട്ട് കിടക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി മോട്ടോർ ഓഫ് ചെയ്തിട്ട് കിടക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ടാപ്പുകളെല്ലാം നിങ്ങൾ അടച്ചിട്ടേ കിടക്കാവൂ. അതും ഹബീബായ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്ത് വേണം? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളാണ്. ഫൈദാ ബലഗ 9 സിനീൻ, 9 വയസ്സായി കഴിഞ്ഞാൽ തന്റെ കുട്ടികളെ നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് മാറ്റി കിടത്തണേ. പെൺകുട്ടിയാണെങ്കിൽ ഉപ്പാന്റെ മുറിയിൽ നിന്ന് മാറ്റി കിടത്തണേ. ആൺകുട്ടിയാണെങ്കിൽ ഉമ്മാന്റെ മുറിയിൽ നിന്ന് മാറ്റി കിടത്തണേ. നബിയുനാ റസൂലുള്ളാഹി 9 വയസ്സായ കുട്ടി 9 വയസ്സായി കഴിഞ്ഞാൽ പെൺകുട്ടിയെ ഉപ്പാന്റെ മുറിയിൽ നിന്ന് മാറ്റി കിടത്തണം, ഉമ്മാന്റെ മുറിയിൽ നിന്ന് ആൺകുട്ടിയെ മാറ്റി കിടത്തണം. എൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടിയില്ലാതെ ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മാതാപിതാക്കളും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, പിന്നെ മക്കളും മാതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, ലൈംഗിക ബന്ധങ്ങൾ ഇഷ്ടം പോലെ പത്രത്തിൽ ഇന്നും വരുന്നുണ്ട്. എന്തിനാ വെറുതെ അതൊക്കെ നമ്മൾ പറയുന്നത്? ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, അത് യാഥാർത്ഥ്യമായി വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാം. അവരെ മാറ്റിക്കിടത്തണം. വാപ്പായും ഉമ്മയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാപ്പയും ഉമ്മയും ബെഡ്റൂമിൽ കിടക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ കിടക്കുമ്പോൾ 3 സമയങ്ങളിൽ നിങ്ങളുടെ മക്കളെ റൂമിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഒന്ന്, രാത്രി ഇശ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ കുട്ടികളെ, വകതിരിവില്ലാത്ത കുട്ടികളെ കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് പൂട്ടുക, അവിടെ കിടത്തുക. കാരണം അല്ലെങ്കിൽ അവൻ പൂട്ട് പൊട്ടിച്ചിട്ട് ഇറങ്ങി വരും. അതിനാ പറഞ്ഞ പൂട്ടിയിടാൻ. ഇന്നത്തെ കാലമൊക്കെ അങ്ങനെയാണ്. കുട്ടികളൊന്ന് നമ്മുടെ അടുത്ത് മാതാപിതാക്കളോടൊപ്പം ഈ കുട്ടിയെ കിടത്തി ഉറക്കി നോക്കുക. 6 വയസ്സ് തന്നെ 7 വയസ്സ് ഉറങ്ങൂല. രാത്രിയാകുമ്പോൾ ഇങ്ങനെ നോക്കും, എന്താ ഇപ്പം ഇവരൊരു അനക്കം അവിടെ, എന്താ ഇപ്പോൾ ഒരു അനക്കോ? എന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് LKG UKG പോയിട്ട് പറയും, നിങ്ങളുടെ ഉപ്പ ഡാൻസ്, ഞങ്ങളുടെ ഉപ്പമാരല്ലേ ഡാൻസാ രാത്രിയൊക്കെ, അല്ല ഡാൻസ് ഇട്ട് കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാന്റെ റസൂലിനെ എതിര് പ്രവർത്തിച്ചുകൊണ്ടല്ലേ ഈ കുട്ടികൾക്ക് ഇതല്ല പാവം, അവർക്കൊന്നും അറിയില്ല. എൻ്റെ ഒരു കുട്ടി പറഞ്ഞാണ്, വീട്ടിൽ തന്നെ പറയാണ്, ഈ വാപ്പ ഉമ്മാന്റെ മേലിൽ കാലെടുത്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങാന്ന്. എന്താ പറയാ? കൊച്ചുകുട്ടിയാണ്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹബീബ റസൂലുള്ളാഹി തങ്ങളും പറഞ്ഞു, അള്ളാഹുവും പറഞ്ഞു, രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ കുട്ടികളെ ആ ബെഡ്റൂമിൽ കിടത്തരുത്. يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم. സൂറത്തുൻ നൂർ 3 സമയം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ബെഡ്റൂമിൽ പ്രവേശിപ്പിക്കരുത്. 1, രാത്രി ഇശ കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ. 2, ഉച്ചയ്ക്ക് മധ്യാഹ്നം റെസ്റ്റ് എടുക്കുന്ന സമയം. 3, സുബഹി കഴിഞ്ഞുള്ള സമയം. ഈ 3 സമയങ്ങൾ നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ വകതിരിവുള്ള കുട്ടികളെ പ്രവേശിപ്പിക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ. 16 വയസ്സായി കഴിഞ്ഞാൽ സൗവജഹു അബൂഹു, വാപ്പ അവർക്കൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി
ഇന്ത്യൻ നിയമം അനുസരിച്ച് എതിരാണ്. 16 വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റൂല. പക്ഷേ മലപ്പുറം ജില്ലയിലൊക്കെ പണ്ടൊക്കെ 16 വയസ്സിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിരുന്നു അല്ലേ? നിങ്ങളൊക്കെ അന്ന് അങ്ങനെയല്ല കല്യാണം കഴിച്ചത് ആയിരിക്കാം. പണ്ടൊക്കെ അങ്ങനെയാണ്, 16 വയസ്സും 15 വയസ്സ്. ഇപ്പം പറ്റൂല. ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സ് പെണ്ണ്, ആണിന് 21 വയസ്സ്. ശരി, ആ 18 വയസ്സാകുമ്പോൾ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തോ. പിന്നെ പഠിപ്പിച്ചോ, പഠിപ്പിക്കണ്ടെന്നാരും പറയുന്നില്ല, പഠിപ്പിച്ചോട്ടെ. അത് പിന്നെ ഭർത്താവ് പോയി പഠിപ്പിക്കട്ടെ ഇല്ലേ? പിന്നെ വാപ്പ പഠിപ്പിച്ചിട്ട് കെട്ടിക്കാൻ നിന്ന വാപ്പ കെട്ടിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, തന്നെ പഠിച്ചങ്ങ് പോയിക്കോളും. ഇപ്പൊ നടക്കുന്ന സംഭവമൊക്കെ അതാണ്. അപ്പൊ വാപ്പാക്കൊരു വലിയ ആഗ്രഹമുണ്ട്, എൻ്റെ മകളെ ഒന്ന് റാഹത്തായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നീയത്തുണ്ടെങ്കിൽ 18 കലണ്ടറിൽ അടിച്ചാൽ ബിസ്മിയും പറഞ്ഞ് ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടിലൊരു പരിപാടി ഉണ്ട്, നിക്കാഹ് വേറെ കാനോത്ത് വേറെ ഇല്ലേ? അങ്ങനെയല്ലേ അബീബ്? കാനോത്ത് നിക്കാഹ് ഒന്നാണോ? രണ്ടും ഒന്ന് തന്നെ. അപ്പൊ പിന്നെ കല്യാണം വേറെയാ? കാനോത്ത് അതായി പറഞ്ഞത്. പിന്നെന്ത്, ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഇത് കല്യാണം കഴിപ്പിച്ച് നിക്കാഹ് കഴിപ്പിച്ചിട്ട് അപ്പോഴേ കൈക്ക് കൊടുക്കൂലല്ലോ അല്ലേ? ഇല്ല, പിന്നെ 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഉണ്ട്. അല്ലാത്ത നിക്കാഹ് മാത്രം അഡ്വാൻസ് കൊടുത്തിട്ട് നിർത്തും, ഒളിച്ചോടി പോകാതിരിക്കാൻ. ചിലപ്പം വേറൊരു വിഷയമുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പം ഹലാലാക്കിയല്ലോ, അപ്പൊ ഇവർ തമ്മിൽ പിന്നെ ഫോൺ വിളി തുടങ്ങും. ഫോൺ വിളിക്കുമ്പോൾ 3-6 മാസം കൊണ്ട് ഇവളുടെ സ്വഭാവം ഇവനും മനസ്സിലാക്കും, അവന്റെ സ്വഭാവം ഇവളും മനസ്സിലാക്കും. നമ്മൾ യോജിക്കൂല, അതാഫുറാക്കും ബൈനിയ ബൈനക്കും തലാക്കിയല്ലോ, യാ അല്ലാഹ് വിട്ടേക്കാം. അതൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നം ആണോ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ സംസാരിക്കാൻ ഫ്രീഡം ആയല്ലോ, കല്യാണം കഴിപ്പിച്ചു കൊടുത്തല്ലോ, നിക്കാഹ് കഴിച്ചു, ഹലാലായി. പിന്നെ ഫോൺ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വരച്ചേർച്ച പ്രശ്നം ഉണ്ടാകും. ഫോൺ വിളിക്കൊക്കെ സംസാരിക്കുക വെച്ചുമ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്താവും സംഭവിക്കുക? ഓഹോ, നീ ഞാനും പറ്റുകയില്ല. ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഒരാഴ്ച ഒരു കടപ്പുറത്ത് പോയി അങ്ങനെ ഫോൺ കൊടുക്കുക. അത് തന്നെ ഈ ഫോൺ കൊടുക്കുന്ന മിഠായി കൊടുത്ത് ഉറപ്പിക്കല. അത് പറ്റില്ല. പെണ്ണുങ്ങളെ ഒരു കാരണവശാലും ഫോൺ വിളിക്കൽ നിക്കാഹ് ചെയ്യാതെ അനുവദനീയല്ല. മിഠായി കൊടുക്കൽ വായിൽ വെച്ച് കൊടുക്കുക, അതുകൊണ്ട് പെട്ടിയോട് കൊണ്ട് കൊടുക്കുക. അത് തന്നെ അങ്ങനെ കൊടുക്കില്ല. അത് ആളുകൾ ഉള്ളത് കൊണ്ടാണ് മൊത്തത്തിൽ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ വായിൽ തന്നെ വെച്ച് കൊടുത്തന്നെ. എൻ്റെ അവൻ അതിനുകൊണ്ടൊരു ചാൻസ് നോക്കി കിടക്കുകയാണ് സംഭവം. ഇന്നത്തെ സാഹചര്യം അങ്ങനെ തന്നെയാണ്. എന്തിനാ മിഠായി കൊണ്ട് കൊടുക്കാൻ പോകുന്നത്? കൊട്ടയും മിഠായിയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതൊക്കെ എന്തിനു കൊടുക്കാൻ പോകുന്നത്? കല്യാണം കഴിച്ചിട്ട് നീ വായിൽ വെച്ച് കൊടുക്കണമെന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. കല്യാണം കഴിച്ചിട്ട് അതിന് മുമ്പ് നീ കൊടുക്കാൻ നിൽക്കണ്ട, അതിന് മുമ്പ് നീ കൊട്ടയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. പെണ്ണിനെ കാണാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. അവളെ നേരിട്ട് വിളിച്ച് അടുത്തിരുത്തി വിരലേക്ക് ഇങ്ങനെ വെക്കാൻ പറയണം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഇവളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടെന്ന്, അവളുടെ ശരീരത്തിന്റെ ഘടന എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പണ്ട് ഷാഫി മദ്ഹബ് അനുസരിച്ചൊരു നിയമമുണ്ട്. ഒരു പെണ്ണിന്റെ വാപ്പാടെ അനുവാദത്തോടുകൂടി കൈവിരൽ പിടിച്ചിട്ട് ഒന്ന് അമർത്തി നോക്കാം എന്നൊരു അനുവാദം. ഒന്ന് അമർത്തി ഇങ്ങനെ നോക്കാം ആ പെണ്ണിന്റെ കൈ. അപ്പൊ അതിൽ നല്ല സ്പോഞ്ച് പോലെ ആണെങ്കിൽ ഓളുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. ഇല്ല എങ്കിൽ 4 മക്കളാകുമ്പോൾ ഇതിന്റെ കഴുത്ത് വെട്ടുന്ന സാധനമാണെന്ന് മനസ്സിലാവും. അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതൊരു ജദീദായ കൗലാണ്. അതൊന്നും ഇപ്പം നിങ്ങൾ അനുവർത്തിക്കാൻ നിൽക്കണ്ട കേട്ടോ. അതൊക്കെ അപ്പം പിന്നെ പെണ്ണ് കാണൽ കൂടും. ഓരോ പെണ്ണുങ്ങളുടെ കൈ പിടിച്ച് നിൽക്കാൻ തുടങ്ങും. പിന്നെ അവസാനം അതാര് പറഞ്ഞു? അതിനിപ്പോൾ EP പറഞ്ഞ് പെണ്ണുങ്ങളുടെ കൈക്ക് പിടിച്ച് വെക്കാനുള്ള അനുവാദം കിട്ടി അല്ലേ? ഇപ്പൊ നമുക്ക് പുതിയതായിട്ടൊരു പെണ്ണെട്ടാൻ തോന്നും അല്ലേ? ഒരു പൂതി വരും, നമുക്കൂടെ എന്നാ ഒന്ന് പോയി നോക്കിയാലോ. ഇങ്ങനെയൊക്കെ ഒരു നിയമമൊക്കെ നേരത്തെ പറയേണ്ട മൊയ്യാരെ. ഇപ്പോഴാ പറയാ ഇതൊക്കെ. നമ്മൾ എത്ര എണ്ണത്തിനെ പോയിട്ട് പബ്സിൽ നിൽക്കുന്ന പോലെ നിൽക്കാനെ. അതൊന്നും വേണ്ട. അതൊക്കെ ഒരു നിയമങ്ങളുണ്ട്. അത് പെണ്ണിന്റെ വാപ്പാന്റെ മധ്യത്തിലൊക്കെ വെച്ച് അടുത്ത് വെച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. പെണ്ണ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പോയി നോക്കിയിട്ട് എന്താ പഠിച്ചേ? നമ്മൾ അങ്ങോട്ട് ചോദിക്കും. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു വാട്സപ്പിൽ വന്നു, പെണ്ണ് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഓൻ അപ്പോഴത്തേക്ക് പെണ്ണും കെട്ടണ്ട, ഒന്നും വേണ്ട, ആ കോലത്തിലായി. അത് കൊള്ളാം, അങ്ങനെ വേണം. അവളും കൂടെ ഇങ്ങോട്ട് ചോദിക്കണം, നീ എന്താ പഠിച്ചത്, നിനക്ക് എന്താ അറിയാം, കുറച്ച് ഇംഗ്ലീഷിൽ 2-3 വാക്കും വേർഡുകളൊക്കെ ചോദിക്കണം. ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ അറിയാനും പറ്റുമല്ലോ. അതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിച്ചാൽ കൈയോട് അങ്ങോട്ട് പറഞ്ഞു വിടല ഹയർ. ഇല്ലെങ്കിൽ പിന്നെ പകുതിയിൽ വെച്ച് ഇവിടുന്ന് നമ്മൾ തൃശ്ശൂരൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് വളാഞ്ചേരി ഇറങ്ങേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നേരത്തെ എന്ത് ചെയ്യുക, ഏർപ്പാട് ചെയ്ത് കയ്യിൽ കൊടുക്കുക. അതായിരിക്കും ഏറ്റവും ഹയർ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ് സംഭവിക്കൊണ്ടിരിക്കുന്നത്. ഈ മലപ്പുറം ജില്ല, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലയിലാണ് അഡ്വാൻസ് ബുക്കിംഗ് മാരേജ് അല്ലേ?
ഗൾഫിൽ പിന്നെ പാശ്ചാത്യ നാടുകളിൽ ചില മാരേജ് ഉണ്ട്. പാശ്ചാത്യ കോൺട്രാക്ട് മാരേജ്, കുറഞ്ഞ ദിവസത്തേക്ക് കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റം. അത് മുത്തഅത്തു നിക്കാഹ് എന്ന അറബിയിൽ പറയുന്നത്. ഒരു 4 മാസത്തേക്ക് 5 മാസത്തേക്ക്. ഹൈദരാബാദിൽ പോയാൽ ഇപ്പോഴും ഉണ്ടാ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവനെ കൊണ്ട് തലാക്കി ഒല്ലിപ്പിച്ചിട്ട് പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവൻ പിന്നെ തലാക്കി ഒല്ലായിരുന്നാലോ. നേരത്തെ നിലമ്പൂരുണ്ടായിരുന്നു മൈസൂർ കല്യാണം, അത് തന്നെ പണ്ട്. അത് ഹറാമാണ്. അത് കോൺട്രാക്ട് മാരേജ് എന്നാണ്. അത് പാശ്ചാത്യ നാടുകളിലുള്ളതാണ്. വേറെ ഒരു കല്യാണം ഉണ്ട്, ട്രയൽ മാരേജ്. ട്രയൽ ചെയ്ത് നോക്കാം. ആദ്യം 1 മാസം എങ്ങനെ ഉണ്ടോ നോക്കാം. സംഭവം വണ്ടി സെൽഫ് എടുക്കുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് നോക്കിയിട്ട് പിന്നെ കല്യാണം കഴിക്കുന്ന ഒരു മാരേജ് ഉണ്ട്, ട്രയൽ മാരേജ്. അത് കൊള്ളാം. അങ്ങനെ ഒരു മാരേജ് പാശ്ചാത്യ നാടുകളിൽ ഉള്ളതായ സംഭവം ഞാനീ പറയുന്നത്. നമുക്ക് ചിരി വരും സംഭവം. ഇതൊന്നും നമ്മളിപ്പോൾ ചിരിക്കണ്ട. നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഉള്ളതാണ്. കോളേജിൽ പോകുമ്പോൾ ഈ ട്രയൽ എടുത്തിട്ടാണ് ഓക്കെ നിന്റെ വാപ്പായുടെ അടുത്ത് പറ, ഞാൻ സംസാരിക്കാം, നമുക്ക് കല്യാണം കഴിക്കാന്നൊക്കെ പറയുന്നത്. അത് തന്നെയല്ലേ? ഈ അടുത്ത സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ കുറെ കാര്യങ്ങൾ പെൺകുട്ടികളെ കുറിച്ച് പറയുന്നത് കേൾക്കണം. പോട്ടെ, പറയുന്നില്ല, വേണ്ട. എനിക്കത് പറയുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ടെൻഷനാണ്. എന്തിനാണൊക്കെ പറയുന്നത്? അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പല മാരേജുകളാണ്. അതിൽപ്പെട്ട ഒരു മാരേജാണ് വൈഫ് സ്വാപ്പിംഗ്. അതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി നിയമം. വൈഫ് സ്വാപ്പിംഗ്, പരഭാര്യ പരണനം. അങ്ങോട്ട് നിന്റെ ഇഷ്ടത്തിന്. ഇപ്പൊ പണ്ട് ക്ലബ്ബുകളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ചാവി കൊണ്ടുവന്ന് ഒരു പാത്രത്തിലിടുക, കുലുക്കുക, എന്നിട്ടിടുക. ഏത് ചാവിയാണോ എടുക്കുന്നത് ആ പെണ്ണുമായിട്ട് പോകാം. ഇപ്പോഴും ഉണ്ട്, ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട്. വലിയ ക്ലബ്ബുകളിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. അവരെടുക്കാം. ഇതിന് വൈഫ് സ്വാപ്പിംഗ് എന്നാണ് പറയുക. അതെടുത്തിട്ട് അവരങ്ങോട്ട് പോവാം. ചിലപ്പോൾ നമ്മുടെ ചാവി തന്നെയായിരിക്കും. അവൻ വണ്ടി ഇടിച്ചവനെ പോലെയായിരിക്കും തിരിച്ചു വീട്ടിൽ പോവുക. എൻ്റെ കഷ്ടകാലത്തിന് എന്നെ തന്നെ അതിൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഏത് ചാവിയാ എടുക്കാൻ പറ്റിയത്. അങ്ങനത്തെ സിസ്റ്റങ്ങൾ ഇപ്പോഴും ഉണ്ട് അബീവേ. ഇതൊക്കെ നിലവിലുള്ളത് കൊണ്ടാണല്ലോ. പക്ഷെ ഇസ്ലാമിക പുരാതന കാലഘട്ടത്തിൽ അനറബികൾ, ജാഹിലിയങ്ങൾ ചെയ്തിരുന്ന നിക്കാഹിനെ കുറിച്ച് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കൂട്ടത്തിലൊക്കെ ഇതുണ്ട്. ഈ വരുന്ന വിഷയങ്ങളൊക്കെ അതുണ്ട്. അത് പോകട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു 18 വയസ്സാകുമ്പോൾ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കും. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു 21 വയസ്സ് അല്ലെങ്കിൽ ഒരു 22 വയസ്സ് കല്യാണം കഴിച്ചോട്. റാഹത്തല്ലേ? അവൻ പഴിച്ചു പോവില്ല. എന്റെ കുട്ടി വളർന്നിട്ടില്ല, ഉമ്മ സമ്മതിക്കൂല. 21 വയസ്സല്ല, 29 വയസ്സായാലും പെണ്ണടിക്കൂല ഉമ്മമാര്. ചില ഉമ്മമാര് സമ്മതിക്കൂല. എന്റെ കുട്ടി വളർന്നിട്ടില്ല, എന്റെ മോനെ ഓം വളർന്നിട്ടില്ല. കല്യാണം കഴിച്ചു കൊടുത്ത 1 വർഷത്തിൽ 2 മക്കളെ പ്രസവിപ്പിക്കാനുള്ള വളർച്ച അവനുണ്ട്. എന്റെ പൊന്നുമ്മ, ഇനി നിങ്ങൾക്ക് ബോധം വെച്ചിട്ടില്ലല്ലോ, ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്തായത്. അതുകൊണ്ട് 18 വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ കെട്ടിക്കുക, 21 വയസ്സാകുമ്പോൾ ആൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം മാതാപിതാക്കൾ. കല്യാണ ദിവസം പറയേണ്ടത് നബി തങ്ങൾ പഠിപ്പിച്ച വാക്കാണ്. കല്യാണ ദിവസം തന്റെ പെണ്ണിന്റെ കൈക്ക് പിടിച്ചിട്ട് ബാപ്പ പറയട്ടെ, തന്റെ മകളുടെ കൈക്ക് പിടിച്ചിട്ട് പറയട്ടെ, തന്റെ മകന്റെ കൈക്ക് പിടിച്ചിട്ട് പറയട്ടെ, യാ ബുനയ്യ, മകനെ, മകളെ, അദ്ദബ്തുക, നിന്റെ ഉപ്പയാണ് മകളെ പറയുന്നത്. അദ്ദബ്തുക, നിന്നെ ഞാൻ മര്യാദ പഠിപ്പിച്ചു. വഅല്ലംതുക, നിനക്ക് ഞാൻ ഭൗതികമായ ആത്മീയമായ വിജ്ഞാനം പഠിപ്പിച്ചു തന്നു. വഅൻകഹതുക, നീ പിഴച്ചു പോകാതെ നിനക്ക് അനുയോജ്യയായ ഇണയെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു. ശേഷം ആ വാപ്പ അള്ളയോട് പറയണം, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതിഹി ഫിദ്ദുനിയാ വഅദാബിഹി ഫിൽ ആഖിറ. ഒരു വാപ്പ എന്ന നിലയിൽ, ഒരു ഉമ്മ എന്ന നിലയിൽ, ഈ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ എന്ന നിലയിൽ പടച്ചവനെ തന്റെ മക്കളെ വളർത്തിയെടുത്ത് മര്യാദ പഠിപ്പിച്ച് ഇൽമു പഠിപ്പിച്ച് അവർക്ക് അനുയോജ്യരായ വിവാഹം ഞാൻ നടത്തിക്കൊടുത്തു. അല്ലാ, ഇനി എന്റെ മക്കള് പിഴച്ചു പോയാൽ, ഇനി എന്റെ മക്കള് വ്യഭിചരിച്ചാൽ അതിന്റെ പേരിൽ ആഖിറത്തിൽ നീ ഞങ്ങളെ പിടിക്കരുതേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതിഹി ഫിദ്ദുനിയാ വഅദാബിഹി ഫിൽ ആഖിറ. എന്റെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും എന്റെ മക്കളുടെ തെറ്റുകൾ കാരണമായി ഞങ്ങളെ അപമാനിക്കരുതേ, കളിയാക്കരുതേ, നിസാരപ്പെടുത്തരുതേ എന്ന് ഓരോ മാതാ
മാതാപിതാക്കളും കല്യാണ സദസ്സിൽ വെച്ച് പറയണമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹ് നടത്തി കൊടുത്തിട്ട് തന്റെ മകളെ വിളിച്ചിട്ട് പറയണം, മോളെ നിന്നെ ഞാൻ പഠിപ്പിച്ചു, നിന്റെ ഉപ്പയാണ് ഞാൻ. അവളുടെ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് പറയണം, മോളെ നിന്റെ ഉപ്പയാണ് ഞാൻ, നിന്നെ ഞാൻ എൻ്റെ ഹക്കനുസരിച്ച് നിന്നെ ഞാൻ പഠിപ്പിച്ചു, നിന്നെ ഞാൻ മര്യാദ പഠിപ്പിച്ചു, നിനക്ക് ഞാൻ ഇൽമു പഠിപ്പിച്ചെന്നു, എൻ്റെ കൺമുന്നിൽ നീ പിഴച്ചിട്ടില്ല, നിനക്ക് യോജിച്ച ഒരു വരനെ ഞാനിതാ കണ്ടെത്തി തന്നു, അവൻ്റെ കൈകളിൽ നിന്നെ ഏൽപ്പിച്ചു. ഇനി നീ തെറ്റ് ചെയ്താൽ ആഖിറത്തിൽ നിന്റെ ഉപ്പ കുറ്റക്കാരനല്ല. അത് പറയണം. ഏതെങ്കിലും വാപ്പന്മാര് പറയാറുണ്ടോ? ഇല്ല. പറയാറുണ്ടോ? ഇല്ല. ഇനി പറയണം. സുന്നത്താണ്. നബി തങ്ങൾ പറഞ്ഞ വാക്കായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാൻ. അത് പറയൂല. കെട്ടിപ്പിടിച്ചിട്ട് കരയല്ലേ മോളെ, ഉപ്പ ഇപ്പൊ വരും, നീ അങ്ങോട്ട് പൊയ്ക്കോ, നീ കരയല്ലേ എൻ്റെ പൊന്നല്ലേ, കരളല്ലേ, നീ കരയല്ലേ, നീ പൊക്കോ, ഞാനും ഉമ്മയും പുറകെ വരാം. ഇതാ പറയാ. ഇത് പറയൂല്ലോ. പണ്ട് കരയായിരുന്നു, ഇപ്പൊ കരച്ചില്ലൊന്നുമില്ല. പണ്ടാരോ ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു, നീ ഇറങ്ങിപ്പോന്നാ അറിയാം എങ്ങനെയെങ്കിലും. അതല്ല വേണ്ടത്. എന്ത് ചെയ്യണം? ഇത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. ആ കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് പറയണം. അതൊരു ഹൃദയത്തിൻ്റെ വാക്കാണ്, ഹൃദയസ്പൃക്കാണ്, അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണ്. പടച്ചവനെ, എൻ്റെ മക്കളെ ഞാൻ എൻ്റെ കണ്ണിനുള്ളിയായി ഞാൻ അവളെ വളർത്തിക്കൊണ്ടുവന്നു, അവൾ പിഴച്ചു പോകാതെ ഞാനൊരു ഹലാലായ നിലയിൽ ഞാനിതാ ഏൽപ്പിച്ചു. ഇനി അവൾ പിഴച്ചാൽ ഞാൻ കുറ്റക്കാരനല്ല. അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞാൽ അത് സ്വീകരിച്ചാൽ നമ്മൾ നാളെ ആഖിറത്തിൽ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ഈ കുട്ടി പിഴച്ചു പോയാൽ പിന്നെയും വാപ്പാക്ക് ഉത്തരവാദിത്തമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.